വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നൊരു പുതിയൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ, അതിന്റെ റിവ്യൂ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള ഒരു മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഏത് മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പോൺസിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഹൈറോണിക് സൂപ്പർ ലൈറ്റ് ജെൽ ഫോർ ഓയിലി ഓർ കോമ്പിനേഷൻ സ്കിൻ. ഞാൻ ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ക്രീം ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ റിവ്യൂ അറിയില്ല, ഞാൻ വാങ്ങിയിട്ടേ ഇല്ല. ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 റുപ്പീസിന് ഒരു 10 or 20 റുപ്പീസിന് നമുക്കൊരു കുഞ്ഞ് ഒരു ബോക്സിനകത്ത് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ അതാണ് ആദ്യം വാങ്ങി യൂസ് ചെയ്ത് നോക്കിയത്. അത് വാങ്ങി യൂസ് ചെയ്തപ്പോൾ ശരിക്കും പറയാലോ, എനിക്ക് ഭയങ്കര എൻ്റെ സ്മെല്ല് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതിൽ നല്ല ഇവിടെയൊക്കെ എനിക്ക് ഇങ്ങനെ ഓയിലി, ഇവിടെയൊക്കെ ഓയിലി വരും. ബാക്കി എല്ലാ സ്ഥലവും മറ്റേ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നായതുകൊണ്ട് എനിക്ക് ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇടുന്ന ഇഷ്ടമല്ല. പെട്ടെന്ന് എനിക്കിങ്ങനെ സ്കിൻ അബ്സോർബ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ ആണെങ്കിൽ എനിക്കത് ഓക്കെ ആയിരുന്നു. അപ്പം ഞാനതിങ്ങനെ തപ്പി 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 നടക്കുന്ന ഒരു സമയത്താണ് എൻ്റെ കയ്യിൽ ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്ന് ഒരു 20 റുപ്പീസിന് വാങ്ങിയ കാര്യം നമുക്ക് ഓക്കെ ആണോ എന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. വാങ്ങി യൂസ് ചെയ്തപ്പോൾ സത്യം പറയാൻ അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ ഈ ഒരു ഇത് വാങ്ങി. ഇതിന്റെ ക്വാണ്ടിറ്റി തന്നെ കണ്ടില്ലേ, ഇത്രയും ഞാൻ അന്ന് വാങ്ങിയപ്പോൾ എനിക്ക് 250 അത്ര എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതിന്റെ റേറ്റ് 320 അത്രയും കണ്ടു ആയിട്ടുണ്ട്. ശരിക്കും പറയാം, ഇത് ഓഫറിനാണ് എനിക്ക് കിട്ടിയത്. 499 ആണ് എനിക്കിത് ഓഫറിനാണ് എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് എന്ന് പോലും അറിയാൻ പറ്റില്ല. കാര്യം ഒരിക്കലും ഒരു ഓയിലി ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഇങ്ങനെ നമ്മൾ സ്റ്റിക്കി ആയിട്ടിരിക്കും, അങ്ങനെ ഒന്നുമില്ല. ഇത് ഞാൻ ഏകദേശം ഇത്രയും യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നത്. ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കണ്ടോ, നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ക്രീം പോലെയല്ല, ജെല്ലെന്ന് പറഞ്ഞല്ലോ, അതാണ്. ഇനി ഞാനിത് ഇത് നമ്മൾ കയ്യിൽ ഇത് ഇടുമ്പോൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ അബ്സോർബായി. ഒന്നുമില്ല, അബ്സോർബായി, മൊത്തത്തിൽ അബ്സോർബായി. ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒന്നും ഇല്ലാത്തൊരു മോയ്സ്ചറൈസറാണ്. ശരിക്കും ഇതിന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു സ്മെല്ല്. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഇത് ഇട്ടിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ല് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. ഒരിക്കലും ഒരു ഭയങ്കര ഹാർഡ് എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് സ്മെല്ലല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. പിന്നെ ഞാൻ ഇത് എപ്പോൾ യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ യൂസ് ചെയ്യാറുണ്ട്, വൈകുന്നേരം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ വിന്റർ സീസണിൽ എനിക്ക് ഏറ്റവും കൂടുതലും എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. കാര്യം നമ്മൾ വിന്റർ ആകുമ്പോൾ നമ്മുടെ ഈ സ്കിന്നൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ വെള്ള പോലെ ഇങ്ങനെ വരും. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് പറ്റും. എനിക്ക് ഓയിലി ആവാനും പാടില്ല, എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ വെള്ള എല്ലാം പോകുന്ന രീതിയിലുള്ളതായിരിക്കണം. പക്ഷെ ഇത് ഇട്ടപ്പോൾ എനിക്ക് അതെല്ലാം പോയി. പിന്നെ എനിക്ക് പിമ്പിൾസ് ഇതുവരെയായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടേ ഇല്ല. ഞാൻ കുറെ നാൾ കൊണ്ട് യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഈ റിവ്യൂ പറയുന്നത്. എനിക്ക് അങ്ങനെ പിമ്പിൾസ് വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് വൈറ്റനിങ്, നമ്മുടെ ഫേസ് വൈറ്റനിങ് ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെളുക്കൊന്നുമില്ല. പിന്നെ കറുക്കുമെന്ന് ചോദിച്ചാൽ കറുക്കത്തും ഇല്ല. നമ്മൾ സ്കിൻ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, നമ്മൾ സ്കിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു, അതനുസരിച്ച് മാത്രമേ നമ്മുടെ സ്കിൻ ഇരിക്കുള്ളൂ. അല്ലാതെ ഇതിട്ടിട്ടെന്ന് പറഞ്ഞിട്ട് വെളുക്കലോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഫേസിന് ഒരു മോയ്സ്ചറൈസർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ഇട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അറിയത്തുകൂടി ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന്റെ ഇടയ്ക്ക്
എനിക്കിങ്ങനെ എൻ്റെ മാരേജ് കഴിഞ്ഞ ഉടനെ ആയപ്പോൾ ഈ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മേക്കപ്പ് ഒക്കെ ഒരുപാട് ചെയ്ത് ചെറിയ ചെറിയ ഒരു കുരു പോലെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ വേറൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അത് ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആ സമയത്ത് ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് പിമ്പിൾസോ ഇറിറ്റേഷനോ പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ഇത് അറിഞ്ഞുകൊണ്ട് വാങ്ങിയതൊന്നും അല്ല. ഞാൻ ഫസ്റ്റ് ആ ഒരു ചെറിയൊരു ടിന്ന് മേടിച്ചപ്പോൾ എനിക്കത് ഓക്കെ ആയത് കൊണ്ട് ഞാനിത് വാങ്ങിയതാണ്. കാര്യം മെയിനായിട്ട് അഫോർഡബിൾ റേറ്റ് ആണ്. നല്ലൊരു അഫോർഡബിൾ റേറ്റിന് ആ ഒരു ടൈമിൽ കിട്ടിയിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇപ്പൊ ഞാൻ ഇത്രയും നാൾ നോക്കിയില്ല കേട്ടോ. കാര്യം എനിക്ക് ഓൾറെഡി കയ്യിലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നോക്കാത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ കയറി നോക്കിയപ്പോ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് അന്ന് കിട്ടിയെന്ന് എനിക്ക് ഇപ്പൊ തോന്നും. മേ ബി അത് ഓഫറിനായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് നോക്കിയപ്പോൾ നല്ല റേറ്റിന് അതവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ ലിങ്ക് തരാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓയിലി ആണോ ഒരു കോമ്പിനേഷൻ ആണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് പ്രോഡക്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തേച്ചു എന്നും പറഞ്ഞിട്ട് വെളുക്കൊന്നും അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നും യൂസ് ചെയ്യണ്ട. നമുക്കൊരു ബെസ്റ്റ് ഒരു മോയ്സ്ചറൈസർ വേണം. ഒരു ഓയിലി ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് ഒരു ഫ്രഷ് അപ്പ് നമ്മുടെ ഫേസ് ഒക്കെ ഒരു ഫ്രഷ് അപ്പ് ആവുന്ന ഒരു ഫീൽ ഇരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ബൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ റിവ്യൂ പറയേണ്ടത്. ഇപ്പൊ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ മാക്സിമം ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് എല്ലാം ഫേസിൽ വാരിയിട്ടിട്ട് അതൊന്ന് യൂസ് ചെയ്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കുക. ജസ്റ്റ് കയ്യിലോ നെക്കിന്റെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്യുക. കാരണം സെൻസിറ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് പിമ്പിൾസ് വരും. അതർവൈസ് കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ പിമ്പിൾസ് വരുന്നത് എനിക്ക് ഒന്നുകിൽ പീരീഡ്സ് സമയം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എനിക്ക് പിമ്പിൾസ് വരുന്നത്. അല്ലാത്ത പക്ഷെ എനിക്ക് അങ്ങനെ വരാത്ത ഒരു സ്കിന്നാണ്. വന്നിട്ടില്ല എന്നല്ല, എനിക്ക് ആ ഒരു ടീനേജ് ആ ഒരു ടൈമിന് എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസ് വരുമായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ പിമ്പിൾസ് വരാത്തൊരു സ്കിന്നാണ്. ഞാനിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സ്കിന്ന് കെയർ ചെയ്യുന്നുണ്ട്. കെയർ ചെയ്യുക മീൻസ് ഞാൻ ഒരുപാട് നാളായി ഫേസ് പാക്ക് കാര്യങ്ങൾ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു, ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകുന്നു, ഫേസ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ നെക്സ്റ്റ് ഡേ കാണാം. ബൈ ബൈ.